സീറ്റ് വിഭജനത്തിൽ എൻഡിഎയിൽ ഇടഞ്ഞ കാമരാജ് കോൺഗ്രസ് 5 സീറ്റ് ആവശ്യപ്പെട്ടെന്നും പാറശാല സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും കാമരാജ് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ 24-നോട് പറഞ്ഞു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ മുന്നണി വിടുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് 5 പാറശാല സീറ്റ് നമുക്ക് കിട്ടണം, എന്നാലേ മറ്റ് സീറ്റുകളിൽ നമ്മൾ മത്സരിക്കൂ. പാറശാല സീറ്റ് തരാൻ തയ്യാറല്ലെങ്കിൽ കേരളത്തിൽ കാമരാജ് കോൺഗ്രസ് മത്സരിക്കില്ല. ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കിയിരിക്കണ മത്സരിക്കാനാണല്ലോ. ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു സീറ്റ് തന്ന് മുന്നണിയിൽ നിർത്തുന്നതിനുപരി നമുക്ക് സ്വാധീനമുള്ള സ്ഥലത്തുള്ള സീറ്റ് നമുക്ക് തരണം. ഈ പ്രഖ്യാപനം വരണതിൻ്റെ അന്ന് തന്നെ ഞങ്ങളിവിടെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിനേഷ്, ജയസാധ്യതയുള്ള സീറ്റില്ലെങ്കിൽ മുന്നണി വിടും എന്നതടക്കമുള്ള പരാമർശമുണ്ട്. എങ്ങനെയാണ് ഇത് എൻഡിഎ പരിഗണിക്കാൻ ഒരുങ്ങുന്നത്? അസിത 5 സീറ്റ് വേണം എന്നാണ് പറയുന്നത്. അതിൽ നിർബന്ധമായും പാറശാല ഉണ്ടായിരിക്കണം. കാരണം പാറശാല സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മത്സരത്തിനില്ല, ഒരു മത്സരത്തിനുമില്ല. അപ്പോൾ മുന്നണി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനമാണ് എന്ന് തന്നെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്. നമുക്കറിയാം, നാടാർ വിഭാഗത്തിനിടയിൽ അത്യാവശ്യം വോട്ട് സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് കാമരാജ് കോൺഗ്രസ്. അദ്ദേഹം മുമ്പുണ്ടായിരുന്ന VSDP ആണെങ്കിൽ പോലും ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് നാടാർ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാറശാലയിൽ നാടാർ വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. അവിടെ എന്തായാലും സീറ്റ് ലഭ്യമാകണം. ആ സീറ്റിനെ ആണ് ആദ്യമായി ചർച്ച ചെയ്യുക പാറശാലയുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം മറ്റു സീറ്റുകൾ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇത് NDAയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ഉഭയകക്ഷി ചർച്ച ആദ്യഘട്ടത്തിൽ നടന്നപ്പോൾ അതിൽ ഈ തീരുമാനമാകാതെ പിരിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ചർച്ചയിൽ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാം ഘട്ടമുള്ള ചർച്ചകൾ തീരുമാനമായില്ലെങ്കിൽ മുന്നണി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിക്കും എന്നും ആണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അസിത, ശരി. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതെങ്കിലും സീറ്റ് പോരാ, പാറശാല തന്നെ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.